ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാൾ കാത്തിരുന്ന ശേഷം നമ്മുടെ ഇവിടെ മഴ പെയ്തു. അങ്ങനെ കാറ്റും മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. ഇവിടെ ആണെങ്കിൽ മഴയേക്കായി കൂടുതൽ കാറ്റാണ്, ഭയങ്കര കാറ്റായിരുന്നു. റോഡിലൊക്കെ വലിയ വലിയ പോസ്റ്ററും എല്ലാം കീറി വഴിയിലൊക്കെ കിടന്നു. അങ്ങനെ കാറ്റൊക്കെ മാറി മഴയൊക്കെ തോന്നി. എന്നാലും ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാവരും പുറത്തൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോകും. ഈ ചൂടത്ത് കാത്തിരുന്ന് കിട്ടിയ മഴയല്ലേ, പക്ഷെ കുറേ അടുത്തൊക്കെ കറണ്ട് ഇല്ലായിരുന്നു. റോഡിൽ പോലും ചില സ്ഥലത്തൊന്നും കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ വരുന്നതല്ല, പക്ഷെ അത്രയ്ക്കും കാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ദുർഗിലോട്ടൊന്ന് പോകാം. ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് കേട്ടോ ദുർഗ്. ഞങ്ങൾ താമസിക്കുന്നത് ബിലായിലാണ്. ബിലായും ദുർഗായിട്ട് ഏകദേശം നല്ല ദൂരമുണ്ട്. ബിലായിയുടെ കൂട്ടുനഗരമാണ് ഈ ദുർഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ തൊട്ടടുത്ത സിറ്റിയാണ് ഈ ദുർഗ്. ഈ ദുർഗിലാണെങ്കിൽ ഒരുപാട് സർവകലാശാലകളും അതുപോലെ വിദ്യാഭ്യാസം നല്ല സ്കൂളുകളും എല്ലാം ഉള്ളത് ദുർഗിൽ തന്നെ. ഇവിടുത്തെ ഓഫീസസ്, മെയിനായിട്ടുള്ള ഓഫീസസും എല്ലാം ഉള്ളത് ദുർഗിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അടുത്തുള്ള വലിയ റെയിൽവേ സ്റ്റേഷനും ദുർഗ. നമ്മളിവിടെ വന്നിട്ടാണ് വീട്ടിലോട്ട് പോകാനായിട്ട് ട്രെയിൻ കയറാനൊക്കെ നിൽക്കുന്നത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റായതുകൊണ്ട് അവിടെ വലിയ കറണ്ട് ഇല്ലായിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴേ ഉള്ള കറണ്ട്, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ലേക്കാട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ നല്ല ഒരു സന്ധ്യ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കുറേ നേരമൊക്കെ ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഇവിടെ കയറാനായിട്ടൊന്നും നിന്നില്ല. പക്ഷേ ഒരു ദിവസം ഇവിടെ വരണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. വേറെ ഒന്നും അങ്ങനെ കറണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ ഇവിടെ നല്ല കളർ ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ എല്ലാം ഇരുട്ടും, ഇവിടെ മാത്രം അടിപൊളി ലൈറ്റും. ഇപ്പോൾ സമയം 11 മണിയായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും കയറിയതേ ഇല്ല. ഈ കാണുന്നത് അമ്പലമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ കൊച്ചു കൊച്ചു അമ്പലം കുറേ ഉണ്ടെന്നത്. ഇവിടെ എല്ലാം ഭയങ്കര ഇട്ടാണ്. കറണ്ട് പോയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ഇതെല്ലാം നല്ല സെറ്റ് ഏരിയ. പക്ഷെ എന്ത് ചെയ്യാനാ, ഭയങ്കര കാറ്റായിരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ വരും. പക്ഷേ കണ്ടില്ല, ഇതൊക്കെ ഭയങ്കര പക്ക സെറ്റ് ഏരിയ. പക്ഷെ ഇവിടെ ഒന്നും കറണ്ടേ ഇല്ല. ഇവിടെയൊക്കെ ഇങ്ങനെ കറണ്ട് ഇല്ലാതെ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. അത് പിന്നെ വെട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടികളുടെ വെട്ടം മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ വെട്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. റോഡിലൊക്കെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാണാൻ സൂപ്പറാണ്. ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഏകദേശം 11:30 ഈ സമയം. അങ്ങനെ വെട്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളപ്പോഴത്തേനും തിരിച്ച് പോകാൻ തുടങ്ങി. അതാണ്. പിന്നെ അമ്പലത്തിൻ്റെ കൂട്ടാൻ ഇവിടെ മുസ്ലിം പള്ളി കുറേ ഉണ്ട്. പക്ഷെ കണ്ടില്ല, അതെടുക്കാൻ നേരത്തായപ്പോഴത്തേനും ബ്ലോക്കായി. അതായത് ഇവിടെ ലോറി മാത്രമേ കിട്ടിയുള്ളൂ. ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേനും പക്ഷെ മഴയാണെന്ന് തോന്നിയതേ ഇല്ല. കുറച്ചിടത്തൊക്കെ വെള്ളം കിടപ്പുണ്ടായിരുന്നു. പക്ഷെ വലുതായിട്ട് റോഡിലൊന്നും വലുതായിട്ടൊന്നും വെള്ളം വന്നതില്ല. മഴ ഇവിടെ ഈ സൈഡിലൊന്നും മഴയില്ലായിരുന്നു എന്തോ. അങ്ങനെ വെട്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളപ്പോഴത്തേനും ദുർഗിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. സമയം കുറേ ആയില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് കണ്ടതൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇറങ്ങി. കണ്ടില്ല, ഈ സൈഡ് റോഡിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡ് നല്ല റോഡാണെങ്കിൽ പിന്നെ അപ്പുറത്തെ സൈഡൊക്കെ നല്ലോണം ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും എല്ലായിടത്തും. ഒരു കൊച്ചു കേരളം എന്ന് തന്നെ ഇത് പറയാൻ പറ്റും, അങ്ങനെ പറയപ്പെടുന്നതും. അതുപോലെ ഫുൾ അങ്ങ് സിറ്റി അല്ല, നമ്മൾ കുറച്ച് സിറ്റി, അത് കഴിഞ്ഞ് കുറച്ച് നാട്ടും പ്രദേശം പോലുള്ള കുറേ ഏരിയാസ് ആയിരിക്കും, ആളൊന്നും ഇല്ലാത്ത വലിയ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നല്ല സിറ്റി കാണും. പിന്നെ അത് കഴിഞ്ഞ് കുറേ അതുപോലെ നാട്ടും പ്രദേശം പോലെ കുറേ സ്ഥലം. അങ്ങനെ ഇവിടെ രണ്ടും ഉണ്ട്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രി ആയാലും നമുക്ക് പേടിക്കാതെ പുറത്ത് പോവാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്കിവിടെ എപ്പോഴും ആൾ കാണും. അങ്ങനെ വലിയ കള്ളന്മാരുടെ ശല്യം അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ മാവോയിസ്റ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ ഇതായിട്ടൊന്നും ഇല്ല. പിന്നെ ഇവർ വലിയതായിട്ട് കൾച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരെ കണ്ടില്ലേ. അവിടെ എല്ലാം അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ ഓരോന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും. അവരുടെ കൾച്ചറിൻ്റെ മേളിൽ തന്നെ അവരുടെ കൾച്ചറിൻ്റെ ഭാഗത്തായിട്ടുള്ള അവരുടെ ഓരോ ജംഗ്ഷനിൽ അവർ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു അതുപോലെ ഇവിടെ നവരാത്രി ആയാലും എല്ലാം നല്ലോണം ആഘോഷം. ആ ആഘോഷങ്ങളെല്ലാം അവർ പഴയ കൂട്ട് തന്നെ, പണ്ടത്തെ അതേപോലെ തന്നെ അവർ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങിയപ്പോഴത്തേനും കറണ്ടൊക്കെ വന്ന് എല്ലാവരും പുറത്തൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട് ഈ സമയമായപ്പോഴത്തേനും. ഇപ്പം 12 മണി ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. എല്ലാവരും ഈ സമയമായതുകൊണ്ട് മഴ പെയ്ത് തണുത്ത് കിടക്കുന്നതുകൊണ്ട് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി. കടയും കച്ചവടവും എല്ലാം ഉണ്ട് ഈ സമയത്ത്. ഇതേ കണ്ടില്ലേ, പശുവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത്. പക്ഷെ നമ്മളൊന്നും ചെയ്യത്തില്ല കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ റോഡ് ആക്സിഡൻറ്റും വലുതായിട്ടൊന്നും ഇല്ല. കുറേ കടകളൊക്കെ അടച്ചിട്ടുണ്ട്, എന്നാലും ഏകദേശം ചെറിയ ചെറിയ കടകളെല്ലാം ഓപ്പണാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു, എന്തായാലും ഇറങ്ങിയതല്ലേ, നല്ല തണുപ്പും ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല കടയൊക്കെ നോക്കി എന്തായാലും ഒരു നല്ല കടയിൽ കയറണം. ഏതെങ്കിലും ബേക്കറി ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പോവാം. പിന്നെ നമ്മുടെ മെയിനായിട്ട് ഇവിടുത്തെ കടകളെല്ലാം അടച്ചു. ഇരുട്ടാണ്, കറണ്ട് പോയണ്ടാന്ന് തോന്നുന്നു. കറണ്ട് പോയതുകൊണ്ട് അവർ വലിയ ആൾക്കാരും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരങ്ങ് അടച്ചതാവുക. കാരണം അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഈ സമയത്തും എല്ലാം കാണാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അവിടുത്തെ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടുത്തെ മസാല ദോശ. പക്ഷേ അതൊക്കെ അടച്ചു കേട്ടോ. ഇപ്പം നമ്മൾ ബേക്കറിയിൽ കയറി. നല്ല ബേക്കറി തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ബേക്കറി കയറി. ഇവിടെ എല്ലാം വടാപ്പാവ്, പിന്നെന്താ എന്തൊക്കെയൊക്കെയോ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാന്നേ. ഇവിടുത്തെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വിലയൊക്കെ എല്ലാം പേര് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വില എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 കിലോയുടെ വില അവർ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പീസിനനുസരിച്ചോ അല്ലെങ്കിൽ 250, 500, 1 കിലോ അങ്ങനെ വെച്ചൊക്കെ നമുക്ക് വാങ്ങിക്കാം.
നല്ല വില കേട്ടോ ഈ സ്വീറ്റ്സിനൊക്കെ. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏതെടുക്കണം എൻ്റെ അമ്മ കൺഫ്യൂഷനാണ് മൊത്തം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകുന്ന സ്വീറ്റ്സ് ആട്ടോ. 2 ദിവസമൊക്കെ ഇരിക്കും. 2 ദിവസം ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം, അല്ലാതെ നമുക്ക് 2 ദിവസമൊന്നും വെച്ചേക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇരിക്കും. പക്ഷേ ഏത് കടയിൽ ചെന്നാലും ലഡ്ഡുകളൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള ലഡ്ഡു ഇവിടെ കിട്ടത്തില്ല. എല്ലാം ചെറിയ ചെറിയ തരിയുടെ ലഡ്ഡു ഇവിടെ കിട്ടുന്നത്. മോത്തിച്ചോറ്, ബൂന്തി ലഡ്ഡു എന്നൊക്കെ പറഞ്ഞിട്ട്. കോക്കനട്ട് ലഡ്ഡു ഉണ്ട്, കിലോയ്ക്ക് 360 രൂപ. പിന്നെ അത് കലാക്കാന്ത്, അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, ഇതെല്ലാം കേസർ. പിന്നെന്തോ ഇരിക്കുന്നത് ഇതാ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ വെറൈറ്റി സ്വീറ്റ്സാണ് ഉള്ളത്. കോക്കനട്ടിൻ്റെ തന്നെ പല സ്വീറ്റ്സ് ഉണ്ട്. കോക്കനട്ട് ബർഫി, ഇതോ അത് കോക്കനട്ട് ബർഫി, അത് 360. പിന്നെ ഓറഞ്ച് കോലി എന്നൊക്കെ പറഞ്ഞിട്ട് അത് 400 രൂപ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഇരിക്കുന്ന ഹൽവയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതുപോലുള്ളതൊക്കെ കുറേ സ്വീറ്റ്സ് ഉണ്ട്, കണ്ടില്ലേ? എല്ലാം ഞാൻ ഇങ്ങനെ വായി നോക്കി അവിടെ ഇങ്ങനെ നടന്ന്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. ചായ കുടിക്കാനായിട്ട് കയറിയതാ, പക്ഷെ ഇതൊക്കെ കണ്ടപ്പം ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് അങ്ങ് തോന്നി. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എൻ്റെ കൂട്ട് തന്നെ. വെറൈറ്റി കേക്കൊന്നും ഇല്ല, എല്ലാം അതുപോലത്തെ കേക്കാണ്. ഇതൊന്നും ഞാൻ കഴിച്ചിട്ട്. ഇതെല്ലാം കാജുവിൻ്റെയാണ്, കാഷ്യൂനട്ടിൻ്റെ സ്വീറ്റ്സാണ്. പക്ഷേ ഇതിനൊക്കെ ഈ കാഷ്യൂനട്ടിൻ്റെ സ്വീറ്റ്സിനൊക്കെ ഭയങ്കര വില കേട്ടോ. ഉണ്ടാണ്ട് എല്ലാം 1000 രൂപയൊക്കെയാണ് കിലോയ്ക്ക്. കാഷ്യൂനട്ടിൻ്റെ മൊത്തത്തിനും 1000 രൂപയാണ്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, മൈസൂർ പാക്ക്. മൈസൂർ പാക്കുണ്ട്. പിന്നെ ഗുലാബ് ജാമുൻ, അതിന് ഒരു പീസിന് 30 രൂപ. പക്ഷേ നല്ല ടേസ്റ്റ് ഇവിടുത്തെ കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ തന്നെ ഗുലാബ് ജാമുൻ്റെ ബ്രൗൺ അല്ലാതെ മറ്റേതുണ്ട്, കറുപ്പ് കളറുണ്ട്, കാലാ ജാമുൻ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. ഇതാണ് രസമലൈ. പക്ഷേ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇരിക്കത്തില്ല. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പീസിന് 30 രൂപയൊക്കെ ആവും. പക്ഷേ ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് രസമലൈയുടെ തന്നെ. വൈറ്റ് ഉണ്ട്, പിന്നെ മഞ്ഞ കളറുണ്ട്, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഈ രസമലൈയുടെ. ഇത് കാജു കത്ലി, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അതെല്ലാം ഈ കാഷ്യൂനട്ടിൻ്റെ ഇത് തന്നെ, പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗുലാബ് ജാമുൻ്റെ നമുക്ക് സിറപ്പിനകത്ത് ഇട്ട് വരുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. ഇതാണ് ആ കറുപ്പ് കളർ, അത് കാലാ ജാമുൻ. അതിൻ്റെ ഗുലാബ് ജാമുൻ്റെ തന്നെ വേറെ. ഇതുമെല്ലാം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ തന്നെ പല സ്വീറ്റ്സാണ്. എല്ലാം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഭയങ്കര വിലയാണ്. ഇവിടെ നല്ല ഫ്രഷ് കിട്ടും. വെച്ചേക്കാത്ത അപ്പം ഉണ്ടാക്കുന്ന നല്ല ഫ്രഷ് കിട്ടും. ഇതൊക്കെ പെട്ടെന്ന് തീരും. ഇവിടെ ഉള്ളവർ ഭയങ്കര സ്വീറ്റ്സ്, ഇവരെല്ലാം ഊണ് കഴിച്ചിട്ട് സ്വീറ്റ്സൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും വന്ന് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും എപ്പോഴും. അത് കണ്ടില്ലേ, ഹോർലിക്സ് ബർഫി 520 രൂപ. പിന്നെ ഇത് ബേസൻ ലഡു 450. പിന്നെ പേടയുടെ തന്നെ ചെറുതിരിക്കുന്ന എല്ലാം പേടയാണ്, എല്ലാം പേടയാണ്. കേസർ പേട, കേസർ എന്ന് വെച്ചാൽ നമ്മുടെ കുങ്കുമപ്പൂവ്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങുക കേട്ടോ. സമയം കുറേ ആയില്ലേ, ഇപ്പം തന്നെ 12 മണി. അപ്പം താങ്ക് യു.